ഹായ് അയച്ചാൽ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ബ്ലോക്ക്. കാരണം ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ അത്ര മോശക്കാരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഇനി പറയാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിനായിരിക്കത്തില്ലേ ഒരു മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു റിപ്ലൈ എങ്കിലും ചെയ്യാമല്ലോ. ഒരു റിപ്ലൈ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ നമ്മുടെ ലൈവിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒന്നാമത്തെ അത്രയും പ്രതീക്ഷിച്ച് നമ്മൾ ബ്ലൂ കൊടുത്ത് ഇത് എത്ര പേര് ബ്ലൂ ചോദിക്കുന്നതാണ് നമ്മൾ കൊടുത്തിട്ട് മുഹമ്മദ് അയാന് തന്നെ നമ്മൾ ബ്ലൂ കൊടുത്ത്. കാരണം നമുക്ക് ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ അയാനെ, എന്നിട്ട് പോലും നമ്മൾ കൊടുത്ത് എന്നിട്ട് പിന്നെ ഇതിനകത്ത് വന്ന് വരുന്നില്ല. ഓക്കെ, അതെന്തു പറ്റി പറ, എന്താണെന്ന് കാര്യം പറയേ. മുഹമ്മദ് റീലാണ് എന്ന് പറയുന്നത് ബ്രോ ആയിട്ട് റിയൽ ആണ് എന്ന് പറയുന്നത് ബ്രോ ആയിട്ട് കണ്ടത്. കാരണം റീൽ ആണെങ്കിൽ ഒരിക്കലും ബ്ലോക്ക് ചെയ്യൂല. എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിയൽ ആണ് എന്നാ റിയൽ ആണെന്ന് പറയരുത്. ബ്രോ ആയിട്ട് കണ്ടത്, കാരണം റീൽ ആണെങ്കിൽ ഒരിക്കലും ബ്ലോക്ക് ചെയ്യൂല. ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ്. നീ ഒരിക്കലും മോശക്കാരനായിട്ടാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പം ഇത്ര 4 ദിവസം, ഈ 4 ദിവസത്തിൽ നീ നിങ്ങളുടെ ലൈവിൽ വന്നിട്ടുണ്ടോ? ഇന്ന് വരെ ഒന്നല്ലെങ്കിൽ ചേച്ചി സുഖമാണോ, എന്തൊക്കെയുണ്ട് എന്നല്ലെങ്കിൽ ഇൻസ്റ്റയിലെങ്കിലും ചോദിച്ചു. നമ്മൾ നിന്നെ എന്നും അങ്ങനൊന്നുമല്ല നമ്മൾ, നമുക്ക് അത്രയും വിഷമം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ലൈവിൽ വരാൻ വേണ്ടി മാത്രം എന്നെ ബ്രോയായി കണ്ടത്. അങ്ങനാണെങ്കിലേ ഒരിക്കലും ഞങ്ങൾ നിനക്ക് ഇങ്ങനെ നടന്ന് മെസ്സേജ് അയക്കത്തില്ല, മനസ്സിലായി? നിന്റെ നമ്പർ വരെ ഞാൻ അതിൽ ചോദിച്ചു, എടാ നിന്റെ നമ്പർ സെൻഡ് ചെയ്യും, ഞങ്ങൾക്ക് വിളിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നീ നമ്പർ സെൻഡ് ചെയ്താ? അങ്ങനെ എനിക്ക് അങ്ങനെ ആണെങ്കിൽ പിന്നെ നിന്നെ അങ്ങനെ ഇതാവേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഏട്ടൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് അയച്ചേട്ടൻ, എനിക്ക് ബ്ലൂ തരാമോ? ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ബാഡ് കമന്റ് ഒന്നും ഇല്ല, എനിക്ക് തരാമോ പ്ലീസ്? ഇന്നലത്തെ കാര്യത്തിൽ ഞാൻ ചേട്ടാ സോറി പറഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ ഞാൻ പോണു, ബൈ ലൈവ്. ഓക്കെ താങ്ക് യു. പോ. ആരാന്ന് എനിക്കറിയാം, ഏതൊരു പേര്. സോണിയ കാക്കാജി ലൈവ് വരില്ല എന്ന്. ഇറ്റ്സ് ഓക്കെ, ഇനി പ്രശ്നമില്ല, ഇതൊക്കെ ഒരു പാഠം എനിക്ക്. എന്നിട്ട് നീ അയച്ച എനിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈ തരാത്ത, അതിനെപ്പറ്റി നിനക്ക് ഒന്നും പറയാനില്ലേ? ഹായ, നീ ബ്ലോക്ക് ചെയ്ത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് സാഹചര്യം കൊണ്ടാണ് നീ റിപ്ലൈ ചെയ്തത്, അതിന് നീ ഇതുവരെ ഞങ്ങൾക്ക് ആൻസർ തന്നിട്ടില്ല. അതാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഫവാസ് ഉണ്ടോ? ഇല്ലില്ല, സംസാരിച്ചപ്പോൾ അങ്ങനെ വന്നത്, നമുക്ക് പിന്നെ അത്രയും വിഷമമാവത്തില്ലേ? മുഹമ്മദ് ഹായ്, നാട്ടുവർത്തമാനം. ചേട്ടന് സുഖമാണ്? ഏട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ, ആശ്രമങ്ങളുടെ ഏട്ടന് സുഖമാണ്. മഹേന്ദ്രൻ ഹായ് ചേച്ചി, ഹൗ ആർ യു ചേച്ചി? ഫൈൻ. സ്മാർട്ട് എക്സ്പ്ലോറർ ഹായ്. രുക്ക ചേച്ചി, അയാനായി അവൻ്റെ പാടായി, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെയല്ലടാ, നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മൾ അയാനെ അങ്ങനൊന്നും അല്ല, കാരണം നമ്മൾ നല്ലൊരു ബ്രദറായിട്ട് തന്നെ കണ്ടത്. അല്ല നമുക്കിപ്പം ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കുക അങ്ങനൊന്നും വേണ്ടിയിട്ടല്ല കണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. ഈ ഇതിനകത്ത് ആരോ വന്ന് എന്തോ കമൻറ്റ് പറഞ്ഞതിന് ഞാൻ ഇൻസ്റ്റയിൽ പോയിട്ട് അവന് മെസ്സേജ് ചെയ്ത്, എടാ അത് ചുമ്മാ ഓരോന്ന് പറയുന്നത്, നീ മൈൻഡ് ചെയ്യേണ്ടാന്ന്. പുതിയ ആളുകൾ ലൈവിൽ ഇപ്പോൾ ഉള്ളപ്പോൾ നമ്മളെയൊക്കെ എടുത്ത് പുറത്തിടുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. അയാനെ അങ്ങനെ പറയരുത്, ഒരിക്കലും നീ അങ്ങനെ പറയരുത് കേട്ടോ. എനിക്കത് ഭയങ്കര ഫീലായി അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ കളയേണ്ട കാര്യമില്ല. നമ്മൾ വന്ന വഴി മറക്കാത്ത ആൾക്കാരെ നമ്മൾ ഇന്ന് വരെ. എനിക്ക് നിന്നോടൊപ്പം ഞാൻ കൊടുത്തേ ഗോകുല് മിക്ക ദിവസം വരാറുണ്ട്. എന്താ ചേച്ചി സുഖമാണോ? ഒരൊറ്റ മെസ്സേജ് മതിയല്ല. ഞങ്ങൾ അതിന് ശേഷം ആ ഒരു സംസാര രീതി വന്നതിന് ശേഷം ഞാൻ എത്രയോടെ നിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ, എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ നീ ഒരു മെസ്സേജ് നീ അയച്ചാൽ. ചേട്ടായിക്ക് എന്താ അവർക്ക്? ഏട്ടാ ഫയർഫോഴ്സിലാണ്. റഹീൻ ബ്ലൂ ഗീവ് മീ. എൻ്റെ പൊന്ന് റഹീൻ ആർക്കും ഇല്ല. ഓ നാട്ടോടത്തൻ സ്മാർട്ട് ഹായ്. മഹീന്ദ്രമുണ്ട് സാപ്പിട്ടാങ്ങളാ. ടുഡേ എനി സ്പെഷ്യൽ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടെൽ മീ. നീ രണ്ടുണ്ടാകണ വലുപ്പം പ്രാന്ത് കൂടെ. അയാൻ അവൾ പറയുന്നതും കാര്യമുണ്ട്. ആ കാരണം അവളുടെ വിഷമം. എൻ്റെ പൊന്നെ, എനിക്കൊരു വിഷമമില്ല. കേരള ബിജി ഹായ് ബിജി. റത്മാൻ മണ്ഡൽ ജയശ്രീ റാമോക്ക് മുഹമ്മദ്. പ്രശ്നങ്ങൾ പേഴ്സണൽ ദേഷ്യം ഉള്ളത് കൊണ്ടാണ് എൻ്റെ മോഡറേറ്റ് വരെ എടുത്ത് കളഞ്ഞത്. പേഴ്സണൽ ദേഷ്യം ഉള്ളതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പേഴ്സണൽ ദേഷ്യം വരാൻ എന്തോ കാരണം? ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല, വിഷമം മാത്രമേ ഉള്ളൂ. ഈ 4 ദിവസമായി നിനക്കറിയാം, നീ ഒന്ന് ലൈവിൽ പോലും വന്നാ. ലൈക്ക് അടിച്ചു ബിജി ആണോ? ഓക്കെ ചേച്ചി. ഓക്കെ റുക്കിയ ബൈ ചേച്ചി, പിന്നെ വരാം. ഓക്കെ റുക്കിയ. കുട്ടൻ തമ്പുരാൻ ഹായ്. ഇർഫാൻ ഖാൻ ഹാലോ. പരവിൽ സലീം ഹായ്. എന്തുണ്ട് ഇവിടെ? എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം ആണ് കേട്ടോ. ഇർഫാൻ ഖാൻ. ദീദി ഹെയർ ദിക്കാവോ? താണ്ടേട്ടുണ്ട്. നമ്മൾ രണ്ടുപേരോടാണ് കേട്ടോ ഇരിക്കുന്നത്. മഹേന്ദ്രമ്മ ചേച്ചി ആർ യു കേരള? എസ്
എടാ